Hello students, now we move to integrability of step functions. This is possible using the relationships between elementary step functions and any step functions. Suppose that we are given a step function in closed interval AB. Closed interval ABയിൽ ഇപ്പോൾ ആദ്യം കാണുന്ന പോയിന്റ് ഞാൻ ഈ C1 എന്ന് എഴുതിയേക്കുന്നത് അതാണ് A എന്ന് വിചാരിക്കുക. ഇവിടെ തുടങ്ങി A തുടങ്ങി ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം B വരെയുള്ള പോയിൻറ്റ്സ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഇൻ്റർവെലിനെ ഞാൻ C1 D1 J1 എന്ന് വിളിക്കാം. ഇവിടുത്തെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 5 ആയിരുന്നു എന്ന് വിചാരിക്കാം. അടുത്ത ഇൻ്റർവെലിനെ ദിസ് ഈസ് J1, സെക്കൻഡ് വൺ ഈസ് J2. J2ലെ ഈ എൻ പോയിൻറ്റിനെ D1 ആണ്, ഞാനതിനെ C2 D2 എന്ന് വിളിക്കുകയാണ്. C2 തുടങ്ങി D2 വരെ ഈ കാണുന്നതാണ് ഫംഗ്ഷൻ്റെ വാല്യൂസ്. ഇത് 7 ആണ് എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ എന്നുള്ള തരക്ക് പറയുകയാണ് J2. ഇനി അടുത്തത് ഇത് J3, ഇത് C3 D3 എന്ന് വിളിക്കുക. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 8 ആണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ എന്ത് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും വരാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇത് നമ്മളുടെ എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ. എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇവിടെ താഴെയുണ്ട് 1 യൂണിറ്റ്. അപ്പോൾ ഈ C1 D1ലെ എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ പരിഗണിക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരുന്നേനെ? 1 യൂണിറ്റ് C1 D1ൽ ഇത്രയും, ബാക്കി എല്ലായിടത്തും 0. അപ്പോൾ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഹൈറ്റിലെത്തിയല്ലേ. ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് ദിസ് ഫംഗ്ഷൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ 5 ആസ് 5 ഈക്വൽ ടു, ആദ്യം നമുക്ക് എന്താ എഴുതാം? 5 എന്നുള്ള കോൺസ്റ്റൻറ്റ് K1 ആണെങ്കിൽ K1 ഇൻറ്റു ആ J1ൽ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഫംഗ്ഷനെ നമുക്ക് 5 J1ൽ ഉപയോഗിച്ചത് 5J1 എന്ന് വിളിക്കാം. ഇനി K2 ഇൻറ്റു അത് ഇൻ്റർവൽ J2ൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇവിടെ ഉണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതിനെ വേറെ ആലോചിക്കണേ. അന്നേരം ഇവിടെ മാത്രമേ 1 ഉള്ളൂ, ബാക്കി എല്ലായിടത്തും 0. അപ്പോൾ K2 ഇൻറ്റു എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇൻ J2 5J2 പ്ലസ് എക്സെട്ര. അങ്ങനെ n കോൺസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ Kn ഇൻറ്റു 5Jn. J1 J2 എക്സെട്ര Jn ആർ ദ സബ് ഇൻ്റർവൽസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. K1 ആദ്യത്തെ സ്റ്റെപ്പ്, K2 ആദ്യത്തെ സ്റ്റെപ്പ്, അങ്ങനെ A തുടങ്ങി B വരെ n സ്റ്റെപ്പുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെ കോമ്പിനേഷനായിട്ട് എഴുതാം. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ യൂസിങ് ദ സമ്മേഷൻ നൊട്ടേഷൻ. സിഗ്മ J ഈക്വൽ ടു 1 to n, J ഈക്വൽ ടു 1 to n, Kj 5J എന്ന് നമുക്ക് എഴുതാം. ആൻഡ് Jj is an interval having n points Cj and Dj. Cjയും Djയും n points ആയിട്ടുള്ള ഇൻ്റർവെലിന് നമ്മൾ Jj എന്ന് ഡിനോട്ട് ചെയ്യും. Cj ലെസ് ദാൻ Dj ഇൻ്റർവെൽ എഴുതുമ്പോൾ സാധാരണ ഉള്ളതാണ്. C1 ലെസ് ദാൻ D1, C2 ലെസ് ദാൻ D2. ആദ്യത്തെ ഇൻ്റർവെൽ J1 C1 D1, രണ്ടാമത്തത് C2 D2 J2. അങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. 5 എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതിന് ഇൻ്റഗ്രൽ ഉണ്ട്. അതാ ഇൻ്റർവെല്ലിലെ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്നാ? ഇൻ്റഗ്രൽ A to B 5 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായി? ഇൻ്റഗ്രൽ A to B F പ്ലസ് G എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ A to B F പ്ലസ് ഇൻ്റഗ്രൽ A to B G. അതിവിടെ ഓരോ സമ്മേഷനിൽ ഉപയോഗിക്കാം. ഇൻ്റഗ്രൽ A to B KF എന്ന് പറയുന്നത് K ഇൻറ്റു ഇൻ്റഗ്രൽ A to B F. ദിസ് ഈസ് K1 ഇൻറ്റു ഇൻ്റഗ്രൽ A to B 5 പ്ലസ് K2 ഇൻറ്റു ഇൻ്റഗ്രൽ A to B 5 plus etc. Kn into integral A to B 5n and 5J1 5J2 5J1 5J2 5Jn. ഈ ഇൻ്റഗ്രൽ A to B വേണ്ട കാര്യമില്ല. 5J1 എന്ന് പറയുന്നത് എവിടെ നിന്നിട്ടാണ്? A to B കൊടുത്താലും കുഴപ്പമില്ല. J1 C1 D1ൽ മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും 0 ആണ്. അപ്പോൾ ഇതെന്താവും? K1 ഇൻറ്റു C1 D1 ആദ്യത്തെ ഇൻ്റർവെലിൻ്റെ പേര് നമ്മൾ റീനെയിം ചെയ്യുവാണെങ്കിൽ D1 മൈനസ് C1 പ്ലസ് K2 ഇൻറ്റു C2 D2ൽ D2 മൈനസ് C2 എലമെൻ്ററി ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്, പ്ലസ് എക്സെട്ര Kn ഇൻറ്റു നിങ്ങൾക്ക് Dn മൈനസ് Cn എന്ന് കിട്ടും. അല്ല, ഈ സമ്മേഷനിൽ നിന്നും എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ J ഈക്വൽ ടു 1 to n Kj ഇൻറ്റു 5Jയുടെ ഇൻ്റഗ്രൽ എന്തായിരുന്നു? Dj മൈനസ് Cj 5Jj
ഓരോ ഇൻ്റർവെല്ലിലും ഉള്ളത് 5J1 5J2 എക്സെട്ര 5JL അങ്ങനെ എഴുതുക. അപ്പോൾ KJ ഇൻറ്റു DJ മൈനസ് CJ എന്നുള്ള വാല്യൂ കിട്ടി. ഇനി എല്ലാ ഇൻ്റർവെൽസും ഏതെങ്കിലും ബി വരെയുള്ള എല്ലാ ഇൻ്റർവെൽസും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് വ്യത്യാസം വരുത്താൻ നമുക്കിപ്പോൾ സാധിക്കത്തില്ല. കാരണം ആദ്യത്തേത് 5 ഇൻറ്റു എന്നാണ്, പിന്നത്തേത് 7 ഇൻറ്റു എന്നാണ്. ഈ ഇൻ്റർവെൽസിൻ്റെ ലെന്തുമൊക്കെ വ്യത്യാസമാണ്. പക്ഷേ നമുക്കിതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻ്ററി ഓരോ കറസ്പോണ്ടിങ് ഇൻ്റർവെൽസിലുള്ള എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസിനെ യൂസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഇൻ്റഗ്രൽ a to b 5 എക്സ്പ്രസ് ചെയ്യാം. ഇൻ്റഗ്രലിനൊരു വാല്യൂ കിട്ടി. സോ ഇറ്റ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. അപ്പോൾ ഇൻ്റഗ്രബിലിറ്റി ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ചോദിച്ചാൽ ഇൻ്റഗ്രബിലിറ്റി ഓഫ് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ എഴുതണം. എന്നിട്ട് ഈ സമ്മാണ് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതുന്ന ഈ സമ്മാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ അല്ലാത്ത സാധാരണ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയണം. സോ ഇറ്റ് ഈസ് ഇൻ്റഗ്രബിൾ. ദാറ്റ് മീൻസ് 5 ഈസ് ഇൻ്റഗ്രബിൾ. റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. മറ്റേതിൻ്റെ റീമാൻ ഇൻ്റഗ്രബിൾ എലമെൻ്ററി ഫംഗ്ഷൻ്റെ റീമാൻ ഇൻ്റഗ്രലാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രബിൾ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. സോ 5 എലമെൻ്റ് ഓഫ് RAB എന്ന് എഴുതുക. അപ്പോൾ പഴയ പ്രൂഫ് മാർക്ക് അനുസരിച്ച് ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് മാത്രം മതി. അല്ലെങ്കിൽ എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ റീമാൻ ഇൻ്റഗ്രബിലിറ്റി എഴുതിയിട്ട് വേണം നമ്മൾ ഇത് എഴുതാൻ. അടുത്തത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസൊക്കെ റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു തിയറമാണ്. അത് ഈ വീഡിയോയിൽ തീരത്തില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ആ പ്രൂഫ് ഇടാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഇല്ല. ഇങ്ങനെയുള്ള ചില അറേഞ്ച്മെൻറ്റ്സേ ഉള്ളൂ. പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.